കുറച്ചകത്തോട്ടേക്ക് അതിനാണ് സ്ക്രിപ്റ്റ് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം രാത്രിയാണ് എന്നെ വിഷ്ണു വന്ന് വിളിച്ച് ശ്രീ ജോയിച്ചേട്ടന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇന്ന് കുറെ ഇത്തിരി പരിപാടികളുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു 10:30 ഞാൻ വരും. അപ്പൊ 11 മണിക്കാണ് ഈ പ്രോഗ്രാം. വളരെയധികം അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പരിപാടികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുത്തത്. കാരണം വളരെ ആക്റ്റീവായി അദ്ദേഹം പറഞ്ഞു. സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആക്ഷൻ പടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതായിരിക്കും അവർ 3 പേരും എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാകുന്ന കാര്യമാണ്. അതിനകത്ത് ഒരു ആക്ഷൻ പടം എന്ന രീതിയിൽ ഇന്ന് ഈ ബിഗ് ഭീമൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് അതൊരു വലിയ ഒരു പുതിയ അനുഭവമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരെയൊക്കെ ഈ പ്രത്യേകിച്ച് ഭീമൻ ചേട്ടൻ ഈ സിനിമാ രംഗത്ത് നിൽക്കുന്നതാണ്. ആളുകൾ ഇഷ്ടമാണ്. പണ്ട് ഞാൻ ഇന്നലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പയ്യനായിട്ട് പിന്നെ ഒരു സിനിമയിൽ ഞാനൊരു സ്ക്രീനിൽ കണ്ടെന്നത് ഇതായിരുന്നു കൊച്ചു പയ്യൻ. ഇപ്പോഴും വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറയും. ഇപ്പോഴും അത് തന്നെയാണ്. മനസ്സും അതുപോലെ ശരീരവും എപ്പോഴും യൗവനമായി നിന്നുകൊണ്ട് എപ്പോഴും ഒരു പ്ലസന്റായ അതൊരു ആണ് മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്ലസന്റായ ഒരു പ്രവൃത്തിയും ആക്ഷനും പെരുമാറ്റവും ഒക്കെ ആയി നിൽക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. വളരെ സജീവമായി നിൽക്കുക. അപ്പൊ ഞാൻ ആ സിനിമ കണ്ട് എത്ര വർഷമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് 10-25 വർഷമായല്ലേ? 40 വർഷമായി. ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക എന്നതിൽ നിന്ന് ഉപരിയായിട്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കുന്നു, അത് ജനങ്ങളെ എങ്ങനെ ഇറക്കി കൊടുക്കുന്നു, ആ ജനങ്ങളെങ്ങനെ 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഒരു പടത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയത്തുള്ള ഇപ്പോഴത്തെ കാലത്ത് അതായത് ന്യൂജന്റെ സമയമാണ് ഇപ്പോൾ. അപ്പൊ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ പടം എത്രമാത്രം നന്നായി എടുക്കുക, എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ പടങ്ങളെല്ലാം തന്നെ അങ്ങേറ്റം പോയാൽ നല്ല പടമാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം അല്ലേ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് തന്നെ ഓരോ OTT-ല് അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്ത പടങ്ങളൊക്കെ ഇപ്പൊ ഓരോ വെബ് സീരീസിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു പടം ചെയ്തു കഴിഞ്ഞു. അപ്പൊ അടുത്ത ഒരു വെബ് സീരീസ് തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം നമ്മൾ എങ്ങനെ എടുക്കുന്നു, ഏത് രീതിയിൽ എടുക്കുന്നു, പുതിയതായിട്ട് എന്തൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു പടത്തിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ടെക്നിക്കൽ പരമായിട്ട് ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ ചെയ്തെടുക്കുന്നതിന്റെ ഒരു റിസൾട്ടാണ് സിനിമ എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മളെപ്പോഴും പറയാനുള്ളത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് ഞാനിപ്പോഴും അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. കാരണം ഇപ്പൊ വരുന്ന ന്യൂ ജെന്നിന്റെ ആൾക്കാര് ടെക്നിക്കൽ സൈഡ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴും
ഈ ന്യൂജനിന്റെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെബ് സീരീസ് ചെയ്യാൻ പോയപ്പോ അപ്പാരി ശരത്തായിരുന്നു അതിനകത്ത് ഹീറോ. പക്ഷെ അത് അവിടെ വന്ന ക്യാമറ, ടെക്നിക്കൽ സൈഡ്, ലൈറ്റ്സ്, മേക്കപ്പ് എല്ലാം തന്നെ പഴയ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കൈത്താങ് കിട്ടുക എന്നുള്ളത് വളരെ ആവശ്യമാണ് നമുക്ക്. അത് ഇപ്പോഴത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ ഒരു കഴിവ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്, സംശയമൊന്നുമില്ല. അപ്പൊ എന്തായാലും അവരെ വെച്ചുകൊണ്ട് ഇതിനകത്തും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹമാണ്. പക്ഷെ ഈ ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോ ഈ പുതിയതനുസരിച്ച് ഞങ്ങളുടെ എമൗണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ പുറകോട്ട് വലിയും. അപ്പൊ ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ആയിരിക്കും എന്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ടെക്നീഷ്യൻസ്, എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ പടത്തിന്റെ രീതി വെച്ച് അവരും അതിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. പല ആൾക്കാരെയും ഞാൻ പല ടെക്നിക്കൽ സൈഡിലും ഞാൻ വിളിച്ചു നോക്കി. അവരൊക്കെ മറ്റേ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവർ മാറുകയാണ്. പൈസയുടെ കാര്യമല്ല, അവർക്ക് വേറെ സീരിയലുണ്ട്, അവർക്ക് വേറെ മറ്റേ പടമുണ്ട്, ആ പടമുണ്ട്, ഈ പടത്തിന് ഡിസ്കഷൻ നടക്കുക എന്നൊക്കെ പറഞ്ഞവര് മനഃപൂർവ്വം ഒഴിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനും 19 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പടം നിർത്തത്തുമില്ല, മനസ്സിലായില്ല. ഈ പടം എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെ ആരും പഴയ ആൾക്കാരില്ലെങ്കിൽ പുതിയ ആൾക്കാരെ വെച്ച് നമ്മളാ ചെയ്യുന്ന കഴിവനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കും. ഇതൊരു ആക്ഷൻ പടമാണ്. ആക്ഷൻ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് എനിക്ക് ടെക്നിക്കൽ സൈഡിലെ ക്യാമറയുടെ സ്റ്റൈലോ അല്ലെങ്കിൽ ആ രീതി എനിക്ക് അറിഞ്ഞുള്ളൂ. ഞാൻ പണ്ട് നമ്മുടെ ജയമോഹൻ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, വരാമെന്ന് പറഞ്ഞ് ഇതുവരെ എത്തിയില്ല. അവിടെ ജയമോഹനുണ്ട്. അപ്പോ എന്റെ ആദ്യത്തെ പടം മുതലുള്ള മേക്കപ്പ്മാനാണ്. ജയൻ മരിച്ചതിന് ശേഷം എന്റെ ഫസ്റ്റ് പടം ഭീമനായിരുന്നു. ആ സമയത്ത് ഭീമനിൽ എനിക്ക് മേക്കപ്പ് ചെയ്ത മോഹനാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ അന്ന് മുതലേ എൻ്റെ മുഖത്ത് ചായ ഇടുന്ന ഒരു മനുഷ്യനാണ്. അത് ഏത് പടത്തിലാണെങ്കിലും ശരി, മോഹൻ ഫ്രീ ആണെങ്കിലും എൻ്റെ അടുത്ത് വരും, ഞങ്ങൾ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. അത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ പുകഴ്ത്തി പറയല്ല, അതൊരു പ്രത്യേക നിമിത്തമാണ്. അങ്ങനെയുള്ള ചില നിമിത്തങ്ങൾ നമുക്ക് വന്നു ചേർന്നേ പറ്റുള്ളൂ. അതാണ് സിനിമ. ഞാൻ പറഞ്ഞില്ല, സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വരുന്നു, പുതിയ പുതിയ പടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എത്ര പടങ്ങൾ വന്നിട്ടും അതങ്ങോട്ട് പഴയ പോലെ സ്റ്റാൻഡ് ചെയ്തോട്ട് പോകുന്നില്ല. തിയേറ്ററുകളിലൊന്നും അതിന്റെ കളക്ഷൻസ് കുറയുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ തന്നെ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ കയറ്റുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ന്യൂജെൻഡല്ലേ ഒരുപാട് പടങ്ങൾ ഇപ്പൊ അങ്ങനെ നടക്കുന്നതാണ് വളരെയധികം ഞാൻ കാണുന്നത്. അതിൽ നിന്നൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം എന്നാണ്. കാരണം നല്ല സാധനം, നല്ല സ്റ്റഫ് ഇതുവരെ ഇറങ്ങാത്ത രീതിയിലുള്ള ഏത് പടം ഇറങ്ങിയാലും എല്ലാം ചുരണ്ടിയെടുത്ത് ചെയ്യുന്നതാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് കണ്ടത് തന്നെയാണ് ഇത് കാണുന്നത്, ഇത് കണ്ടത് തന്നെയാണ് അത് കാണുന്നത്. ശരിയാണ്. പക്ഷെ എടുക്കുന്നതിനൊരു വെറൈറ്റി ഉണ്ട്, ഒരു സ്റ്റൈലുണ്ട്. ചേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം, രഘുചേട്ടനെ അറിയാം. അപ്പം പക്ഷെ അടുത്ത് പരിചയപ്പെടുന്നത് രഘുചേട്ടനെ വ്ളോഗ് ചെയ്യാൻ പോയതിനു ശേഷമാണ്. അതിനുശേഷം ഒരാഴ്ച നമ്മൾ ദുബായിൽ പോയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ദുബായിൽ ഒരു ബാറിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഞാനും രഘുചേട്ടനും ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ ഒരാഴ്ച ഒരുമിച്ച് താമസിച്ച് അങ്ങനെ ഈ ഒരു സിനിമ അങ്ങനെ വർക്കൗട്ടായി വന്നൊരു സിനിമയാണ്. അല്ലെ, ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. പെട്ടെന്ന് ഈ ഒരു പടക്കക്കടയിൽ വ്ളോഗ് ചെയ്യാൻ പോയി. എനിക്കൊന്ന് ഒരു മണിക്കൂറുകൾ കൊണ്ട് ആ വീഡിയോ, 2 മണിക്കൂർ കൊണ്ട് 1 മില്യൺ അടിച്ച പടക്കക്കടയുടെ വീഡിയോ ഞാനും രഘുചേട്ടനും വിഷ്ണുചേട്ടനും കൂടെയാണ് ആ വീഡിയോ ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മള് വീണ്ടും കണ്ടപ്പോ ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ഇവിടുത്തെ തമാശ പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും, പ്രൊമോഷനൊക്കെ നന്നായി, അവരൊരു സന്തോഷം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞായിരിക്കും വിചാരിച്ചു. പക്ഷെ നമ്മൾ പിന്നെ ദുബായി പോയതിനു ശേഷം എന്റെ ചർച്ച വീണ്ടും സജീവമാകുന്നു. തിരിച്ചു വന്നപ്പോൾ ഇതിന്റെ പോസ്റ്റർ വരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചേ ചുമ്മാ. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാമായി. എന്നിപ്പോ ടൈറ്റിൽ ലോഞ്ചിലെത്തി ഉടനെ എനിക്കൊന്ന് ഈ മാസം അവസാനത്തോടുകൂടി ഷൂട്ടിങ്ങും ആരംഭിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ വളരെ സന്തോഷം.